ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? ഞാനും ഇവമോളും കൂടെ ഒഴിഞ്ഞ് പുറത്തേക്ക് വന്നതാണ്. ഉള്ളിൽ ഇന്ന ബേബിൻ്റെ പരാക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓളടുത്ത് നിന്ന് കുറച്ചൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവമോളും കൂടെ പുറത്ത് വന്നിരിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇവമോളെ ഞാൻ വ്ളോഗ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ വേഗം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഓള് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുണ്ടോ ഈ ഫോണ്? ഇത് കാർട്ടൂൺ കാണാനായിട്ട് മാത്രം ഉപയോഗിക്കണ ഫോണാണ്. സത്യത്തില് ഫൈക്കാക്കൂന് വർക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. ഇപ്പൊ ഇത് ഓളെ ഫോണ് പോലെയാണ്. ഗെയിം കളിക്കാനും കൂടിയാ. നെറ്റ് ഇല്ലാത്ത സമയത്ത് വൈഫൈ കട്ടാവുമ്പോ വേഗം ഗെയിം എടുത്ത് കളിക്കും. നോട്ടെ, കാണില്ല ഇവിടെ കൂടുതലായിട്ട്. ഓക്കെ, നൈസ്. കുറേ ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. ചില സമയത്ത് അതിൽ ഒന്നും ഡൗൺലോഡ് ചെയ്യാനും കഴിയൂല. കാരണം എന്താ, അത്രയും സ്പേസ് മൊത്തം പോയിട്ടുണ്ടാവുള്ള ഡൗൺലോഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഒന്ന് ഭയങ്കര രാവിലെ മുതൽ എണീറ്റത് മുതലേ ഭയങ്കര ഒരു വിഷമവും ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മളെ കുടുംബത്തിലെ മേമ, ഫൈക്കാക്കുൻ്റെ എളാപ്പാൻ്റെ വൈഫ്, അതായത് ഞങ്ങളെ മേമാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഭയങ്കര വിഷമം. അപ്പോൾ രാവിലെ തന്നെ ആ ന്യൂസ് കേട്ടിട്ടാണ് നീക്കണത്. അപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ, നെഞ്ഞിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എന്തൊക്കെ ഒരു വിഷമം അങ്ങോട്ട് കയറിയിട്ടേ അത് ഇപ്പോഴും റെഡി ആയിട്ടില്ല. അപ്പോൾ അൽഹംദുലില്ലാ, ഇനി പഠിച്ചോനല്ലേ വലിയവനൊക്കെ ശരിയാക്കിയിട്ട് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ സുബഹിക്ക് പോയതാണ് ഫൈക്കാക്കും ഉമ്മ. അത് കേട്ടപ്പോൾ എനിക്കാണെങ്കിൽ പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ രണ്ടുപേരും ഉറങ്ങുക. അപ്പോൾ പിന്നെ അവരിനി ആ ടൈമിലെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ അവസ്ഥ അറിയില്ല. ഫുള്ള് കരച്ചിലൊന്നും. പിന്നെ കുട്ടികളെയും കൊണ്ട് നമുക്ക് ജോളിയാക്കാനുള്ളൊരു സ്ഥലമല്ലല്ലോ ഹോസ്പിറ്റൽ. അപ്പോൾ ഫൈക്കാക്കുനോട് പറഞ്ഞു, ഈ പോരണ്ട, ഇവിടെ നിന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ പറയുക, രാവിലെ നീച്ചത് മുതലേ എന്തൊക്കെയോ ടെൻഷനും എന്തൊക്കെയോ ഇതൊക്കെയാണ്. കാരണം എന്തൊക്കെയാണെങ്കിലും നമ്മളെ കുടുംബത്തിലൊരാൾക്ക് വയ്യാതാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേമാനോടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമാണ്. എപ്പോഴും പോവുകയും സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാട്ടോ. ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു കാലത്ത് ഞാനൊക്കെ അവള് വന്നോട്ടെ, ഞാൻ ഇലക്ഷനിലൊക്കെ മത്സരിച്ചിരുന്ന സമയത്തൊക്കെ അന്ന് ഇവമോള് മാത്രമേ ഉള്ളൂ കേട്ടോ കുട്ടിയായിട്ട്. ഇവമോളെയൊക്കെ സഹായിക്കാൻ, ഇവമോളെ നോക്കാൻ ഞാനിങ്ങനെ വോട്ടിൻ്റെ ക്യാമ്പയിനിങ്ങിനും ഇതിനൊക്കെ പോകുമ്പോൾ മേമാരായിരുന്നു ഇവരൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ അതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് എപ്പോൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എളാപ്പാരും മേമാരൊക്കെ ഫുള്ള് സപ്പോർട്ടായിട്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മേമാക്കാണ് വയ്യാത്തെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേമ ഹോസ്പിറ്റലിലായപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്താ അറിയില്ല, പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ മനസ്സിക്ക് വിഷമമുള്ള എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പ്രയാസമായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ അത് എന്താ പറയുക, ചിലവർക്കത് പുറത്തേക്ക് എൻ്റെ അത് എക്സ്പ്രസ് ചെയ്ത് കാണുന്നുണ്ടാവില്ല. പക്ഷെ എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു സംഭവം. പിന്നെ അല്ലെങ്കിലേ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു കൈൻഡ് ഓഫ് ഒരു ഭയങ്കര എന്തൊക്കെയോ എന്താ അതിന് പറയുക, ഡിപ്രഷൻ എന്ന് പറഞ്ഞുകൂടാ, ഒരു സാഡ് എന്നൊക്കെ പറയുമല്ലോ, ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു ഗ്ലൂമി സിറ്റുവേഷൻ. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഭയങ്കര വീക്കാണ് ഇപ്പോൾ. കാരണം അലർജി ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ശരിക്കും അങ്ങോട്ട് എന്താ പറയുക, എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ കോളേജിലൊന്നും പോകണില്ല. ക്ലാസ് എടുക്കാൻ തന്നെ വയ്യ. ക്ലാസ് എടുക്കാൻ മീൻസ് മൂക്ക് ഭയങ്കര പ്രശ്നമാണ്. കോൾഡായിട്ട് അത് ഭയങ്കര പ്രശ്നമാണ്. ക്ലാസ് എടുക്കാൻ കഴിയില്ല. പല സമയത്തും മൂക്ക് ഇങ്ങനെ ക്ലോസ് ആയ പോലെ ഇരിക്കും. എനിക്ക് സംസാരിക്കാനൊന്നും കഴിയൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ, എന്താ പറയുക, പോയിട്ട് ഇതൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമില്ല, ക്ലാസ് എടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഞാൻ ശനിയാഴ്ചകളിൽ റെമഡിയൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ പോകാറുണ്ട്. അതന്നെ ഉള്ളൂ. പിന്നെ ഞാൻ വേറെ ഇനി പോകണില്ല ഇനിയിപ്പോൾ. കാരണം ഹെൽത്തൊക്കെ ഒന്ന് റെഡി ആവട്ടെ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഹെൽത്താണല്ലോ. ഹെൽത്ത് ഇല്ലാതെ എന്തുണ്ടായി കഴിഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് കഥ. ഓക്കെ. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു ഒറ്റപ്പെടൽ, അങ്ങനത്തെ ഒരു ഫീലാണ്. ഫൈക്കാക്കും ആണെങ്കിൽ നേരം വെളുത്ത ഓഫീസിൽ പോവും. പിന്നെ ഇവമോള് സ്കൂളിൽ പോകും. ഞാനും ഇന്ന ബേബി ഉണ്ട്. ഇന്ന ബേബി നീക്കാൻ ഉച്ചയാവും കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ലോൺലിനെസ് ഫീലാണ് എനിക്ക്. എന്ന് വിചാരിച്ചാൽ ജോലിക്ക് പോകാനായിട്ട് എനിക്ക് വയ്യാനും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനൊരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യണത്. അതിപ്പോൾ എന്നെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയുണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ഒരു കഥ. പിന്നെ ഇപ്പം എന്താ പറയുക, അങ്ങനൊരു ചടഞ്ഞു കൂടിയൊരു വിഷമിച്ച ഒരു ദിവസമാണ് ഇന്ന് ആക്ച്വലി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം 2:30. ഇതുവരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്കുള്ള ഫുഡ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് അപ്പം ചുടാനൊന്നും വയ്യായിരുന്നു. അപ്പം ഇന്ന് ചേച്ചി, അതായത് നമ്മളിവിടെ അടിക്കാനും തുടക്കാനും വരുന്ന നമ്മളെ സ്വന്തം ഒരു ചേച്ചി ഉണ്ട്. നമുക്ക് നമ്മളെ വീട്ടുകാരെ പോലെ തന്നെയാണ് കേട്ടോ. ചേച്ചി എന്ന് പറഞ്ഞിട്ട് വേറെ അല്ല,
എനിക്ക് എന്താ പറയുക, എൻ്റെ ഉമ്മാനൊക്കെ പോലെ തന്നെയാണ് ചേച്ചിയും. കാരണം ചേച്ചി വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ എൻ്റെ ഉമ്മ നോക്കണ പോലെ തന്നെയാണ് എന്നെ കെയർ ചെയ്യൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിനെ. അപ്പോൾ ചേച്ചി വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടും കൂടെ ഇല്ല, ചേച്ചി അപ്പം ചുട്ടപ്പോൾ എനിക്കും കുട്ടികൾക്കൊക്കെ അപ്പം ചുട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചേച്ചിനോട്, ചേച്ചി എന്താ അറിയില്ല, മേമാൻ്റെത് കേട്ടിട്ട് മനസ്സിക്കൊരു സുഖമില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അതിൽ ചേച്ചി അപ്പൊക്കെ ചുട്ടുണ്ട്. പിന്നെ ആണെങ്കിലും എനിക്ക് വേദനയ്ക്കുള്ള എനിക്കിപ്പോൾ ഭയങ്കര മെൻസ്ട്രൽ പെയിനാണ്. അപ്പോൾ അതിന് വേദനയ്ക്കുള്ള മെഡിസിൻ കഴിക്കണമെങ്കിൽ വെറും വയറ്റിൽ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, പെട്ടെന്ന് പോയി ദോശ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ മെഡിസിൻ കഴിച്ചു. എനിക്കറിയില്ല, അലർജിക്കുള്ള ഹോമിയോ മെഡിസിൻ കഴിക്കണ്ട, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കഴിക്കാൻ പറ്റും ഇംഗ്ലീഷ് മെഡിസിൻ എനിക്കറിയില്ല. എന്നാലും വേദന നിൽക്കണമല്ലോ, സഹിക്കാൻ വയ്യ. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയിട്ട് മെഡിസിൻ കഴിച്ചു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും തിന്നിട്ടില്ല. അത് ഒന്നാമതൊരു മൂഡില്ല കഴിക്കാൻ, അതാണ് മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ. പിന്നെ ഇന്ന് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. ഞാൻ രാവിലെ ചേച്ചി ദോശ ചുട്ടത് തന്നെ ഉള്ളൂ, പിന്നെ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വ്ളോഗിൽ, അവിടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നിന്ന് ഉമ്മ കുറേ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, 2-3 ഐറ്റം ചോറും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചത്, അങ്ങനെ എന്തൊക്കെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി നിങ്ങൾ എന്നാലും അത് ചൂടാക്കി ഇങ്ങോട്ട് നിങ്ങൾ കഴിക്കുമോ എന്ന് ചോദിച്ചു. ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ, കേടൊന്നുമില്ല, ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ചേച്ചി അത് കഴിച്ചു. ഞങ്ങൾക്കുള്ളത് ചൂടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ പതിയെ പതിയെ കഴിക്കണം. അതൊക്കെയാണ് അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ് ഇപ്പോൾ വീട്ടിലിങ്ങനെ ഇരുന്നിട്ടേ, ഭ്രാന്തും ആവുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇന്നത്തെ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ. അതൊക്കെയാണ് അവസ്ഥ. ഉമ്മാൻ്റെ ചെടികളെ നിരയാണ് കേട്ടത്, ഒരുപാട് ചെടികളുണ്ട്. അതൊക്കെ ചെടിച്ചട്ടി ഇന്നലെ കുറേയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു, അപ്പോൾ എനിക്ക് ഫുള്ളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ അതാ കുറേ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ, ഉമ്മാൻ്റെ സംഭവങ്ങൾ. അതൊക്കെ എന്ത് ചെടിയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഒരു ചെടി, കുറേ സാധനങ്ങളുണ്ട്. അവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നിറയെ വെച്ചിട്ടുണ്ട്, കുറേ ചെടിച്ചട്ടികളുണ്ട്. പിന്നെ ബേബിയെ മമ്മ അങ്ങോട്ട് പോന്നപ്പോൾ തന്നെ വെയിലത്തില്ല, എൻ്റെ ജലദോഷം അല്ലെങ്കിൽ തന്നെ മാറിയിട്ടില്ല. മര്യാദക്ക് എണീറ്റ് അവിടുന്ന്. നീക്ക് ഉള്ളിക്ക് വാ, വെയിൽ കൊണ്ടിട്ട് ഇനി വേണം നീരിറങ്ങാൻ. ഉള്ളു കയറ് ബേബി. ഗൈസ്, ഇതേ ഇവമോൾക്ക് എന്താ പണി? ഹാർമോണിയം. ഇത് കണ്ടോ, ഇതൊന്ന് കൊറിയർ വന്ന സാധനം കേട്ടോ. എവിടുന്നാണ് ആ ഫോണ് റിങ് ചെയ്യണീവ? എവിടുന്നാണ് ഫോണ് ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതാണ് എൻ്റെ മക്കളൊക്കെ ഓരോ പരാക്രമം. പിന്നെ ആൾക്കാർ എടുത്തോണ്ടാവും അതൊക്കെ. പല പ്രാവശ്യം ഫോണ് കാണാതായിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡറി ഫോണാണ്. കാരണം ഇനി വെള്ളത്തിലിട്ടൂലേ ഷോഫന്റെ അടിയിലിട്ടിക്ക വെള്ളം വീടിന്റെ അടുത്ത് നിന്നപ്പോ അപ്പോഴെ മമ്മ എടുത്ത് നോക്കിയത്. അപ്പത്തിന് ഡിസ്പ്ലേ പോയില്ലേ? ഇനി ബേബി അല്ലേലും ഭയങ്കര അപ്പൊ ഇവിടൊക്കെ ബ്ലാക്ക് കളർ ഉണ്ടായി, വെള്ളം അത് ഡിസ്പ്ലേ പോയിട്ടാണേ. അപ്പൊ ഇത് ഇവമോളുടെ ഷൈന ബേബിന്റെ പമ്പേഴ്സ് ആട്ടോ. ഇവമോള് എന്നാ പറയാൻ പോണ മമ്മ. ഇവോ മമ്മക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചെന്നേ, ഇവിടെ പിടിച്ചാൽ മതി കേട്ടോ. മമ്മ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കാണും. മമ്മാനെ ഫുള്ള് കിട്ടണം കേട്ടോ, ഷെയ്ക്ക് ചെയ്യരുതേ. ഇനി മമ്മാന്റെ വീഡിയോഗ്രാഫറാണ് കേട്ടോ. അടുത്തേക്ക് വാ. കാണുന്നുണ്ടോ മമ്മാനെ? കാണുന്നുണ്ടോ? ഇങ്ങോട്ടോ, അങ്ങനെ കാണൂല, ഇങ്ങോട്ട് വാ. മമ്മ പറയണ കേൾക്കൂലേ? മമ്മാന്റെ അടുത്ത് മൈക്കൊന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് വാ, കുറച്ചടുത്തേക്ക് വാ. അപ്പൊ ഗൈസ്, ഇതാണ് പമ്പേഴ്സ്. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നൊന്ന് വാങ്ങിച്ചാൽ മുതലാകൂല. അപ്പൊ അങ്ങനെ ഒരുമിച്ച് ഇത് 1, 2, 3, 4 പമ്പേഴ്സിന്റെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് കേട്ടോ. ഇത് ലിറ്റിൽസ് ആണ്. ഇത് കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അമ്മ വാഷ് ചെയ്ത് തരാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇത്രയും സാധനങ്ങൾ ഇന്ന് കൊറിയറായിട്ട് വന്ന ആളെ വീട് മാറിക്കാണ്ട് അയാൾ ആദ്യം വന്ന് ബഷീറിൻ്റെ വീടാണോ അതെന്ന് ചോദിച്ചു പോയി. അപ്പം പറഞ്ഞു ബഷീറിൻ്റെ വീടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പോയി. പിന്നെ എനിക്കൊരു ഡൗട്ട്, കാരണം ഓട്ടോയിലാണ് വന്നത്, ഓട്ടോയിലാണ് ഈ സാധനം വരല്. ബൈക്കിലുള്ള ആൾക്കാരെ അടുത്ത് ഈ ഒരു പമ്പേഴ്സ് ഓൽക്ക് കൊണ്ടുവരാൻ കഴിയൂല.
അപ്പം ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നതാവും. ഇതിന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാനത് ഓർത്തത് എനിക്കിന്ന് ഡെലിവറി ഉണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ആൾ ഇങ്ങോട്ട് വന്ന് ഷാക്കിറയാണോ എന്ന് വെച്ചിട്ട് എന്നിട്ട് എനിക്ക് ഡെലിവറി ചെയ്തു. ഞാൻ എപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറിയാണ് കേട്ടോ പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സീനായിരിക്കും. കാരണം നമുക്ക് ഓർഡർ ചെയ്ത സാധനം ചിലപ്പോൾ കയ്യിൽ കിട്ടിയില്ല, അങ്ങനെ പല ഇഷ്യൂസും വരും. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഞാൻ പ്രിഫർ ചെയ്യും. അന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് സത്യം പറഞ്ഞാൽ ഒരു മൂഡില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാക്സി നൈറ്റി അടക്കം ഊരിയിട്ടില്ല. നൈറ്റി ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കണം. നല്ല വിശപ്പുണ്ട്. കിച്ചണിലൊന്ന് പോയി നോക്കട്ടെ. ചേച്ചി ചൂടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേയ്സ് ലെറ്റ് മീ ചെക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ ബിരിയാണി. പിന്നെ ഇവമോൾക്ക് മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ കബാലിയത്തോ അങ്ങനെ എന്തോ ഒരു റൈസാട്ടോ, കബാലിയത്തോ അങ്ങനെ എന്തോ ആണ് ഈ റൈസിൻ്റെ പേര്. പിന്നെ ഇവിടെ ചിക്കൻ പൊരിച്ചതുകൊണ്ട് ഇവമോൾക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നോ എന്ന് എനിക്കൊരു തോന്നുന്നു. അപ്പം എന്തായാലും അങ്ങനെയാണ് അവസ്ഥ. അപ്പം ഇനി ഇവമോൾക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ ബേബിക്ക് ഞാൻ കഞ്ഞിയൊക്കെ അടിച്ച് മിക്സിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഓൾക്ക് കഞ്ഞിയും കൊടുക്കണം, ഇവമോൾക്ക് അതും കൊടുക്കണം, ചോറും കൊടുക്കണം. അതന്നെയാണ് അവസ്ഥ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും എനിക്കിപ്പോൾ പറയാനില്ല. തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.